നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-ക്കും സൗദിക്കുമെല്ലാം പിന്നാലെ സ്വദേശിവത്കരണം കടുപ്പിച്ചിരിക്കുകയാണ് ഒമാൻ. സ്വദേശിവത്കരണം കർശനമാക്കുന്നതിന്റെ ഭാഗമായി 200-ലധികം തൊഴിലുകളിൽ നിന്ന് പ്രവാസികളെ വിലക്കിക്കൊണ്ട് ഒമാൻ തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരിക്കുകയാണ്. നിരവധി മലയാളികൾ തൊഴിൽ നോക്കുന്ന തസ്തികകളാണ് ഒമാൻ സ്വദേശിവത്കരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ് പുതിയ തീരുമാനം. 207 തസ്തികകളാണ് സ്വദേശികൾക്ക് മാത്രമായി നിജപ്പെടുത്തി തൊഴിൽ മന്ത്രി പ്രൊഫസർ മഹദ് ബിൻ സയ്യിദ് ബിൻ അലി ബാവൈൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ വിദേശികൾക്ക് ഇനി വിസ അനുവദിക്കില്ല. പുതിയ ഉത്തരവിലൂടെ സ്വദേശിവത്കരണം നടപ്പാക്കിയ ഈ തസ്തികകളിൽ നിലവിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ തൊഴിൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ നിലവിലെ വിസ കാലാവധി കഴിഞ്ഞാൽ അവർക്കിത് പുതുക്കി നൽകാനിടയില്ല. അതേസമയം ഉത്തരവ് നടപ്പിൽ വരുന്ന മുറയ്ക്ക് നിലവിൽ ജോലി ചെയ്യുന്നവരെ വിസ കാലാവധിക്ക് മുമ്പ് തന്നെ പിരിച്ചുവിടുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. നേരത്തെ സ്വദേശിവത്കരണം നടപ്പാക്കിയ ഒട്ടേറെ ജോലികളിൽ നിന്ന് പ്രവാസികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഇനി ഏതൊക്കെ തൊഴിൽ മേഖലകളിലാണ് സ്വദേശിവത്കരണം നടപ്പാക്കുന്നത് എന്ന് നോക്കാം. ഗ്യാസ് ട്രക്ക് ഡ്രൈവർ, വാട്ടർ ടാങ്ക് ഡ്രൈവർ, ഫയർ ട്രക്ക് ഡ്രൈവർ, ആംബുലൻസ് ഡ്രൈവർ, ട്രാക്ടർ ഡ്രൈവർ, വെയർഹൌസ് വർക്കർ, ഗേറ്റ് കീപ്പർ, റിഫ്രഷ്മെന്റ് സെല്ലർ, സ്വീറ്റ് സെല്ലർ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെല്ലർ, റിയൽ എസ്റ്റേറ്റ് ഇൻഷുറൻസ് ബ്രോക്കർ, കാർ റെന്റൽ ക്ലർക്ക്, ഷിപ്പിംഗ് കൺസൈൻമെന്റ് ക്ലർക്ക്, ബാഗേജ് സർവീസ് ക്ലർക്ക്, സ്റ്റോക്ക് ആൻഡ് ബോണ്ട് റൈറ്റർ, ടെലിഗ്രാഫ് ഓപ്പറേറ്റർ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ക്ലർക്ക്, സ്റ്റോർ സൂപ്പർവൈസർ, കസ്റ്റമർ ക്ലിയറൻസ് ക്ലർക്ക്, ബാങ്ക് ക്ലർക്ക്, അക്കൗണ്ടൻസ് ക്ലർക്ക്, ഇൻഷുറൻസ് ക്ലർക്ക്, കസ്റ്റംസ് ക്ലർക്ക്, ടാക്സ് അക്കൗണ്ട് ക്ലർക്ക്, കോൺടാക്ട് സെന്റർ ഓപ്പറേറ്റർ, ജനറൽ റിസപ്ഷനിസ്റ്റ്, ഏവിയേഷൻ ഓപ്പറേഷൻസ് ഇൻസ്ട്രക്ടർ, ഡാറ്റ എൻട്രി സൂപ്പർവൈസർ, വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ, സിസ്റ്റം അനലിസ്റ്റ് ടെക്നീഷ്യൻ, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്പെഷ്യലിസ്റ്റ്, റിസോഴ്സ് പ്ലാനിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്പെഷ്യലിസ്റ്റ്, സബ്സ്ക്രൈബർ സർവീസ് സിസ്റ്റം സ്പെഷ്യലിസ്റ്റ്, റിസ്ക് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങിയ തസ്തികകളിലും പുതുതായി സ്വദേശിവൽക്കരണം നടപ്പാക്കിയിട്ടുണ്ട്. ഇത് കൂടാതെ ഇനിയും തസ്തികകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് ബിൻ സയ്യിദ് ബിൻ അലി ബാവൈൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഈ തൊഴിൽ മേഖലകളിൽ വിദേശികളെ റിക്രൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ നിയമനം എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കാര്യം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും ഒമാനിലുള്ള പ്രവാസികളെല്ലാം തന്നെ വളരെയധികം ആശങ്കയിലാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.